ഏറ്റവും പ്രിയപ്പെട്ട ദിലീപേട്ടനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അത് ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ ബാനർ ഉണ്ടായ കാലം മുതൽ ശരിക്കും മാർക്കറ്റിംഗ് എങ്ങനെയാണ് എന്ന് നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കേണ്ട ഒരാളുടെ വിജയേട്ടൻ്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ് മാർക്കറ്റ് എന്ന് നല്ല വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരാളാണ്. ഈ മൈ ബോസിൻ്റെ സമയം തൊട്ട് എന്തിനും ഏതിനും എന്നോടൊപ്പമുള്ള പ്രിയപ്പെട്ട ദിലീപിനോട് ഈ ഒരു ചടങ്ങിലേക്ക് മുഖ്യാതിഥിയായി വരണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു മറ്റൊന്ന് ചിന്തിക്കാതെ അപ്പം തന്നെ അത് എഗ്രി ചെയ്യും. അങ്ങനെ ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടെ ഇതാ നൽകാനായിട്ട് ഒരുങ്ങുന്നത് ഈസ്റ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ഓഡിയോ CD ഞങ്ങൾ ഇവിടെ ഇതാ റിലീസ് ചെയ്യുകയാണ്. ഇന്നിവിടെ വിജയൻ സാറിന് കൈമാറുന്നത് ദിലീപേട്ടനാണ്. ഞങ്ങളുടെ CD ഇവിടെ ഇതാ വിജയൻ സാറിന് കൈമാറുന്നത്. നിറഞ്ഞ കൈയ്യടി നൽകിക്കൊണ്ട് മലയാളത്തിന് ലഭിക്കാൻ പോകുന്ന മ്യൂസിക്കൽ റൊമാൻറ്റിക് ഫാമിലി ഫൺ ഫിൽഡ് ത്രില്ലർ ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ഓഡിയോ CD നമ്മളിവിടെ ഇതാ പ്രകാശനം നിർവഹിക്കുന്നു. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ സ്കൂൾ കാലത്തൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാഷുണ്ടാവും. ഈ മാഷ് ആദ്യമൊക്കെ നമുക്ക് മാഷിനെ എടുത്തു പോകുമ്പോൾ ഒരു ടെൻഷനായിരിക്കും. നമ്മൾ അടുക്കും തോറും മാഷിന്റെ ഉള്ളിലുള്ള സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാഷ്, കാരണം ഒരു സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ ആ സ്കൂൾ കാലഘട്ടത്തിലുള്ള കുറെ ഇപ്പോഴും സ്കൂൾ സമയത്ത് നമ്മളെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ കളിച്ചു നടക്കും. കാരണം നമ്മള് ലിറ്ററലി കളിച്ചു നടക്കുകയായിരുന്നു. കളിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നീക്കൊക്കെ ഒരുപാട് ഓർമ്മ ഉണ്ടാകും അല്ലേ? അപ്പൊ മാഷ് നമ്മളെ വിളിച്ചുകൊണ്ട് വരും, വാ പഠിക്ക് എന്ന് പറഞ്ഞിട്ട് മാഷ് നമുക്ക് പഠിപ്പിച്ച് ആ സമയം പിന്നെ നമ്മൾ തിരിച്ചു പോയി കളിക്കും. മാഷ് നമ്മളെ വിളിച്ചുകൊണ്ട് വരും. സത്യം പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ ആ കാലഘട്ടം ഓർമ്മ വന്നു ഈ ഒരു സെറ്റിൽ. കാരണം അത്രയധികം രസകരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു സെറ്റാണ് ഈ ഭീഷ്മരുടെ. അവസാനമായി മനസ്സറിഞ്ഞ് ചിരിച്ചതും ഈ സെറ്റിലാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാഷിന് വിജയനങ്കലിന് നന്ദി, ഈ സിനിമയുടെ ഭാഗമാകാൻ ഞങ്ങളെ ക്ഷണിച്ചതിന്. കാരണം സത്യം ഞങ്ങള് ഒരുമിച്ച് ഇത്രയും ആസ്വദിച്ചിട്ടൊരു സിനിമ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. അതോടൊപ്പം ഞാൻ വർക്ക് ചെയ്ത എല്ലാവർക്കും അറിയാം, എനിക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പല സിനിമകളിലൊന്നായ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് മൈ ബോസ്. ആ സിനിമ അത്രയും ഗംഭീരമാക്കിയത് ആ നിർമ്മാതാവിന് വലിയൊരു പങ്കുണ്ട്. കാരണം ആ സിനിമ ഒരുപാട് വേദികളിൽ എനിക്കൊന്ന് പല ഫങ്ഷൻസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്ത സിനിമകളിലൊന്നാണ് മൈ ബോസ്. അതുപോലെ കലയോട് ഒരുപാട് സ്നേഹമുള്ള, കലാവാസനയുള്ള, കവിതകൾ രചിക്കുന്ന, ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ ഞാൻ ഇതിനു മുമ്പുള്ള വേദികളിലും വിജയേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിജയേട്ടൻ എന്നും യൗവനത്തിൽ പ്രണയത്തിൽ മുങ്ങി നടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിൽ ഒരുപാട് പ്രണയമുള്ള അദ്ദേഹത്തിൻ്റെ വരികളിലാണെങ്കിലും ഒക്കെ. അപ്പം അദ്ദേഹത്തോട് ഒരുമിച്ച് ഞങ്ങളിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട്, എന്നാണ് വിജയേട്ടാ നിങ്ങളൊരു സിനിമ വീണ്ടും നിർമ്മിക്കുന്നത്, മൈ ബോസ് പോലെ നമുക്ക് അതുപോലത്തെ ഒരു നല്ല കഥ നമ്മളിങ്ങനെ തേടുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട്. എന്തായാലും ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് വരാനുള്ള കാരണം വിജയേട്ടൻ പറഞ്ഞത് മാത്രമല്ല, പിന്നെ ധ്യാനിനെയൊക്കെ അപൂർവമായിട്ടാണ് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത്. മുത്തിനെ കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ വന്നത്. വലിയ സന്തോഷം. എന്തായാലും ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും, ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാ ആശംസകൾ നേരുന്നു. സിനിമ വലിയ വിജയമാവട്ടെ. ഈസ്റ്റ് കോസ്റ്റിന് വീണ്ടും
മുന്നിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ഊർജമാവട്ടെ, വലിയൊരു വിജയമാവട്ടെ. ഗോഡ് ബ്ലസ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. വിജയത്തിൻ്റെ ഈ സിനിമയിൽ ഞാനില്ല. സിനിമകൾ പല കാരണങ്ങൾ കൊണ്ടും സിനിമകൾ നഷ്ടപ്പെടാറുണ്ട്. നമുക്ക് ഏത് സിനിമ നഷ്ടപ്പെടുമ്പോഴും സങ്കടം തോന്നാറുണ്ട്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ സങ്കടം. കാരണം 2-3 ദിവസം റോളായിരുന്നെങ്കിൽ പോലും ഏതോ ഒരു പടമായിട്ട് ക്ലാഷായിട്ട് എനിക്കിപ്പോൾ കളിക്കാൻ പറ്റിയില്ല. പകരം അഭിനയിച്ചതായിരുന്നു ചോദിച്ചില്ല. ചോദിച്ചാൽ കണ്ടാൽ ചിലപ്പോൾ എനിക്ക് ഇരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിലൂടെ അതങ്ങ് അവസാനിക്കട്ടെ. അപ്പോൾ എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. പാട്ടുകൾ വളരെ നല്ല ലൈൻസ് ആണെങ്കിലും വെജിറ്റേജ് നല്ല പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഒരു ഇഷ്ടം തോന്നും. ഇതിനെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഒരു വലിയ വിജയമാവട്ടെ. എനിക്കൊന്നു വിജയേട്ടൻ്റെ ആരോഗ്യത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ രഹസ്യം സംവിധാനം ചെയ്യുന്നുണ്ട്. അത് എല്ലാ സിനിമാ പ്രവർത്തകർക്കും അങ്ങനെയാണ്. കാരണം കട്ടിലെ കിടക്കുകയാണെങ്കിൽ ഒരു പടം കിട്ടിയാൽ നമ്മൾ എനർജറ്റിക്കും. വിജയേട്ടൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അതാണ്. ഇപ്പം എത്രയും പെട്ടെന്ന് വിജയേട്ടൻ അടുത്ത സിനിമയിൽ സംവിധാനം ചെയ്യട്ടെ. ഇനി എന്ത് വന്നാലും ഞാൻ അടുത്ത സിനിമയിൽ ഉണ്ടാകും. എന്ത് റോൾ എടുക്കാമെന്ന് ആരും വിചാരിക്കുന്ന. അപ്പം ഒരിക്കൽ കൂടി ഭീഷ്മർക്ക് വിജയേട്ടന് എല്ലാവരും നന്മകളും നേരുന്നു. എല്ലാവർക്കും നല്ലതായിട്ട് സന്തോഷം. ഞങ്ങളൊരു കൂട്ടായ്മ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. ഞാനും വിഷ്ണു, അഖിലും, ഉണ്ണി, പിന്നെ ഇവരൊക്കെ കൂടെയാണ് ഞങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകുന്നത്. ആ ഒരു കൂട്ടായ്മയിൽ ഏറ്റവും രസകരമായ മുഹൂർത്തങ്ങൾ സിനിമയിൽ ഉടനീളം ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടും ശരിക്കും ഒരു ഫൺ മൊമെന്റിലുള്ള ഏറ്റവും രസകരമായ രീതിയിലുള്ള സിനിമ തന്നെയായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇനിയും പാട്ടുകൾ കേൾക്കാനുണ്ട്. വലിയ സന്തോഷം. താങ്ക് യു സാർ. വിജയ് സാർ പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഭയങ്കര എന്താണ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ധ്യാനൊക്കെ ആയിട്ട് അത്രയും കമ്പനിയായി രാവിലെ എല്ലാവരും സെറ്റി വന്നതായാലും ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ തന്നൊരു സിനിമയായിരുന്നു ഭീഷ്മർ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും തിയേറ്ററിൽ പോയി കാണണം. നല്ലൊരു എന്റർടൈനർ ആയിരിക്കും. താങ്ക് യു സോ മച്ച്. ഈ സിനിമ ഭയങ്കര ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഫുൾ ടൈം നമ്മൾ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. പിന്നെ വിജയേട്ടൻ ഞങ്ങളെ സ്വന്തം പിള്ളേരെ പോലെ ഭയങ്കരമായിട്ട് ഞങ്ങളെ ട്രെയിൻ ചെയ്തിരുന്നു എല്ലാ രീതിയിലും. അപ്പം കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയും ക്രൂവിന്റെ കൂടെ ഞാനൊരു പടം ചെയ്യുന്നത്. അപ്പോൾ സെറ്റിലാണ് ഒരുപാട് പേരുണ്ട്. ഈ സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നല്ല രസമായിട്ട് തീർന്നൊരു സിനിമയാണ്. തിയേറ്ററിൽ എനിക്ക് സിനിമയിലെ പോലെ മൂവി മേക്കിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് റിലീസ് ചെയ്താലും നല്ല ഹിറ്റാവാൻ സാധ്യതയുണ്ട്. അമ്മാതിരി പരിപാടികളോടെ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ല രസമായിരുന്നു സെറ്റിൽ. പ്രത്യേകിച്ച് എല്ലാ ദിവസവും ധ്യാൻ ശ്രീനിവാസൻ എല്ലാവർക്കും ബിരിയാണി മേടിച്ചു തരുന്നു, കുറേ ഫുഡ് മേടിച്ചു തന്നു. അങ്ങനെ പിന്നെ ചീട്ടുകളി പരിപാടിയൊക്കെ ആയിട്ട് ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു. ഈ സിനിമയിൽ ഒരു പാട്ട് പാടണം പറഞ്ഞു. അപ്പോൾ നമ്മൾ പാട്ട് പാടണം, ഒരു പാട്ട് പാടണം. വേറെ ആരും ഒന്ന് പാടി അത് ശരിയായില്ലെന്നല്ല, അലമ്പാക്കി പാടാനുള്ള ആൾ വേണം. അപ്പോൾ ഈ പാട്ട് ഒന്ന് അലമ്പാക്കി തരുമെന്ന് പറഞ്ഞു. ഇപ്പം കള്ളു കുടിച്ചിട്ട് പാടുന്ന പാട്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നു, ആ പാട്ട് പാടി. അത് കുഴപ്പമില്ലാതെ അലമ്പായി എന്നാണ് തോന്നുന്നത്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. ഈ സിനിമ അപ്പോൾ ഇങ്ങനെ അടുത്ത പാട്ട് പാടലും തുടങ്ങി. നല്ല പരിപാടി. ഉണ്ണികൃഷ്ണൻ നന്നായി രീതിയിൽ പാട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ വിജയേട്ടന് ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എത്രയോ കൊല്ലമായിട്ടുള്ളത്. എനിക്കൊന്നൊരു 30-35 കൊല്ലത്തെ പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അദ്ദേഹം ഈസ്റ്റ് കോസ്റ്റ് അവിടുത്തെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന സമയം പോലുള്ള ബന്ധമാണ്. അപ്പം വിജയേട്ടൻ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇതിനു വേണ്ടിയിട്ട് വന്നത്. ഞാനെൻ്റെ ആഘോഷിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. എന്തായാലും ഇതൊരു നല്ലൊരു എൻ്റർടൈനറാണെന്ന് ഉള്ള ഒരു ഫ്ലേവർ അതിൻ്റെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഗംഭീര ഹിറ്റാവട്ടെ. വിജയേട്ടൻ്റെ ഡയറക്ഷൻ കുറേ പടങ്ങളായി. അപ്പം എല്ലാ പടങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ് വിജയേട്ടൻ ചെയ്യുന്നത്. എന്തായാലും ഇത് നല്ലൊരു എൻ്റർടൈനർ ആവട്ടെ. എല്ലാ വിജയം ആശംസിക്കുന്നു എല്ലാവർക്കും. നിങ്ങളുടെ എല്ലാ ഹോൾ ടീമിനും എല്ലാ വിജയവും ആശംസിക്കുന്നു. പേര് പോലെ തന്നെ ശക്തവും ആയ ഒരു സിനിമയായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ ഇതിൻ്റെ സോങ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും വിജയ ആശംസകൾ നേരുന്നു. എന്തായാലും സാധാരണ വിജയൻ്റെ സിനിമയുടെ എല്ലാ സിനിമകളും അതിലെ പാട്ടുകളൊക്കെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരിക്കും. അപ്പോൾ അതിനേക്കാളും വ്യത്യസ്തമായി അതിൽ അഭിനയിക്കുന്നവരെയൊക്കെ കൊണ്ട് പാടിപ്പിച്ചുകൊണ്ട് ഒരു നല്ല സിനിമ. ഈ അടുത്ത കാലങ്ങളായിട്ട് സിനിമാ തിയേറ്ററിലൊക്കെ കളക്ഷൻ തീരെ മോശമാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിനിമയെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്.
പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ, ഒരു ഗംഭീര വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പലപ്പോഴും അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഡയറക്ടറായി ഉള്ളതിന് മുകളിൽ സൈഡിൽ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ സിനിമയ്ക്ക് അഭിനയിക്കാൻ വിളിച്ചപ്പോൾ പോകാനും പറ്റിയില്ല. അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ വന്ന് പറയുന്നവരെല്ലാം ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചാൽ പിന്നെ എല്ലാ സിനിമയിലും ഉണ്ടാവും. അവിടെ അടുത്ത സിനിമയെ വിളിച്ചാൽ കൃത്യമായിട്ട് വന്നോളാം, ജോണി ആന്റണി പോലെ തന്നെ. താങ്ക് യു ചേട്ടാ. ആൻഡ് ഐ വിഷ് the entire musical team, it was a fantastic tribute, and plus all these artists, എല്ലാവരെയും കാണുന്ന സമയത്ത് വളരെയധികം സന്തോഷമുണ്ട്. സീംസ് ടു ബി അല്ലേ പറഞ്ഞത്, ഞാൻ പറഞ്ഞ ഒരു പ്രിയനങ്ങളുടെ ടച്ച് എന്ന് പറഞ്ഞ പോലെ ആ ഒരു കോമഡി ലൈനായിട്ടാണ് എനിക്കതിൻ്റെ കളർ തോന്നുന്നത് പ്രിയട്ടുണ്ട്. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നത് പുറം രാജ്യത്തേക്ക് ആർട്ടിസ്റ്റുകളെ, അത് മമ്മൂക്ക, ലാലേട്ടൻ തുടങ്ങിയ ഏറ്റവും മലയാള സിനിമയിലെ അതിനു മുമ്പുള്ള ആൾക്കാരെ പ്രോഗ്രാം അത് ലാലേട്ടൻ മമ്മൂക്ക ഗ്രൂപ്പിലല്ലേ, അവരെല്ലാവരും കൂടി ഒരുമിച്ചിട്ടല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് നസീർ സാറൊക്കെ, നസീർ സാറും കിട്ടിയിട്ടില്ല. മലയാള ഒരുമിച്ച് ഒട്ടുമിക്ക താരങ്ങളെയും കൊണ്ടുപോയി ഗംഭീര പ്രോഗ്രാംസ്. അന്നൊക്കെ അത്ഭുതമായിരുന്നു ശരിക്കും പറഞ്ഞാല്, എല്ലാ താരങ്ങളെയും ഒരുമിച്ചൊരു വേദി കാണാന്നൊക്കെ പറഞ്ഞില്ല. പക്ഷെ അങ്ങനെ കാണാവുന്ന അവസ്ഥകള്, അങ്ങനെ ഒരു അത്രയും സ്റ്റേജ് ഷോസ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഇന്ന് അങ്ങനെ ഒരു സ്റ്റേജ് ഷോ ഇത്രയും ആൾക്കാരൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നടക്കില്ലെന്ന് വിചാരിച്ച ഒരുപാട് ഷോസുകൾ ചെയ്യുക, അതുപോലെ സിനിമകൾ ചെയ്യുക. എന്തായാലും നമ്മളിങ്ങനെ മാറിയത് ഞാനും ഒരു ഒറ്റയാന്റെ പോരാട്ടം അല്ലെങ്കിൽ തേരോട്ടം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു യാത്രയാണ്. എന്തായാലും വിജയേട്ടാ, നിങ്ങളുടെ നല്ല മനസ്സിന് വേറെ മലയാള സിനിമ അല്ലെങ്കിൽ മലയാള സിനിമയിലെ കലാകാരന്മാർ മുഴുവൻ വിജയന് സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. അതുപോലെ മലയാളക്കാര ഒരുപാട് താലോലിക്കുന്ന, ആരാധിക്കുന്ന ഈസ്റ്റ് കോസ്റ്റ് ബ്രാൻഡ് ആൽബംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരുപാട് പേര് പ്രണയലേഖനം എഴുതുമ്പോൾ വിജയേട്ടന്റെ 2 വരികൾ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അതിൽ ആഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പ്രണയമാണ് നിൽക്കുന്നത്. അതായത് പ്രണയമാണ് മുന്നിൽ നിൽക്കുന്നതെന്നാണ് ദിലീപേട്ടൻ പറഞ്ഞത്. എങ്ങനെയാണ് ഇപ്പോഴും ഇതിലെ പാട്ടുകൾ പ്രണയം നിറഞ്ഞ്? അത് മനസ്സിലായില്ല. ഇപ്പോഴും എന്ന് ചോദിച്ചത്, ഇപ്പോ ഇതില് നമ്മൾ കണ്ടത് ധ്യാനം ദിവ്യയും കെട്ടിപ്പിടിക്കാനൊക്കെ പഠിപ്പിക്കുന്നത് അതായത് ഞാൻ പറയുന്നത് ജീവിതത്തിൽ അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് അതായത് നമ്മൾ കാണുന്നതും വിശ്വസിക്കുന്നതും ഒന്നും ആയില്ല സത്യം. അതിനപ്പുറത്ത് ചിലതൊക്കെയുണ്ട്. ചിലതൊക്കെ നമുക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. എനിക്ക് നമ്മുടെ പാലക്കാട് അവർ തന്നെ അരി മാത്രം കഴിച്ചാൽ എന്തൊരു എനർജിയായിരിക്കും. തീർച്ചയായിട്ടും കഴിഞ്ഞ ഞാൻ ചോദിക്കരുത്, അങ്ങനെ കൊടുക്കുന്നതാണ്. അവർ സ്വന്തമായിട്ട് ഇത് ചെയ്യുന്നത് മാത്രമാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഊർജ്ജം. നമ്മളെ കാണുന്നത് നമുക്ക് ഇഷ്ടമാവുന്നത്, മനസ്സിലായോ? അത് എന്തുവാ പിന്നെ പ്രണയം എന്ന് പറയുന്നത് എന്തിനോടുവാ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും വ്യക്തികൾ മാത്രം ആവണമെന്നില്ല. ഞാനിപ്പോൾ ഇന്ന് ഈ ഷോ പ്രണയിക്കുക, അതുകൊണ്ടാണ് അവിടെ വന്നതൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ധ്യാൻ ശ്രീനിവാസന്റെ പ്രണയം എന്തിനോടാണെന്ന് പറഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. യുവർ പ്രണയം എന്തിനോട്? ഒറ്റ വാക്ക്. സോറി, സന്തോഷന്റെ വീട്ടിലേക്ക് പോകാനോ? കിട്ടി, ചോദിച്ചു മേടിച്ചു.